നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന 8 നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരാളുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, ആ വീട് ഇനി സ്വർണത്തിൽ കുളിക്കും. നമസ്കാരം. ഫെബ്രുവരി മാസം 1-ാം തീയതി വെറുമൊരു മാസമായല്ല തുടങ്ങുന്നത്. വർഷങ്ങളായി കഷ്ടപ്പെടുന്ന ചില കുടുംബങ്ങളുടെ തലവര മാറുന്ന ദിവസമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഞാൻ ഈ പറയുന്ന 8 നക്ഷത്ര ജാതകരുടെ കുടുംബത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ജ്യോതിഷശാസ്ത്രപ്രകാരം ഫെബ്രുവരി 1 മുതൽ ഗ്രഹങ്ങൾ നൽകുന്ന സൂചന ധനയോഗത്തിൻ്റേതാണ്. കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവർ, പണിതിട്ടും പണിതീരാത്ത വീട്, അല്ലെങ്കിൽ മകളുടെ വിവാഹം, ഇങ്ങനെ 1000 ആവശ്യങ്ങളുമായി നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് ഈശ്വരൻ നൽകുന്ന ഉത്തരമാണ് ഈ ഫെബ്രുവരി മാസം. കൃത്യമായി പറഞ്ഞാൽ 8 നക്ഷത്ര ജാതകർ, ഇവർ മണ്ണിൽ തൊട്ടാൽ പൊന്നാകുന്ന സമയമാണ്. ഇവർ കാരണവരായിട്ടുള്ള വീടുകളിൽ ഇനി ലക്ഷ്മി ദേവി കുടികൊള്ളും. ഇവരുടെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് കിട്ടും. ഒരുപാട് ധനം ഇവർക്ക് സമ്പാദിക്കാൻ കഴിയും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്നതോടുകൂടി ഇവർക്ക് രാജകീയമായി ഒരു രാജാവിനെ പോലെ വാഴുവാനുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. ഇവരുടെ ആശകളൊക്കെ നിറവേറും. ധനം ധാരാളം വന്നു ചേരും. പ്രതിസന്ധികൾ അവസാനിക്കുന്നു. ഒരു ജോലി ആവശ്യമുള്ളവർക്ക് ജോലി കിട്ടുന്ന സമയം, വിദേശത്തേക്ക് പോകാൻ കാത്തിരുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള വിസയൊക്കെ റെഡിയാകുന്ന സമയം. ഏതായാലും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്ന ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണ്? അവർക്ക് എങ്ങനെയൊക്കെയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക? അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെ കൃത്യമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളായോ, അതല്ലെങ്കിൽ പങ്കാളിയായോ, അതല്ലെങ്കിൽ മാതാപിതാക്കളായോ ഉണ്ട് എങ്കിൽ തീർച്ചയായും വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പമ്പ കടന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. ഫെബ്രുവരി മാസം തുടങ്ങുന്നത് തന്നെ വലിയൊരു സൗഭാഗ്യത്തിലേക്കാണ്. ഫെബ്രുവരിയിൽ തൈപ്പൂയമാണ്, ഫെബ്രുവരി 1-ാം തീയതി. അതിനു മുന്നോടിയായി ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലേക്ക് വരുന്നു. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച എല്ലാ തടസ്സങ്ങളും ഒന്നൊന്നായി മാറാൻ പോവുകയാണ്. ചില നക്ഷത്ര ജാതകർക്ക് ഗ്രഹലക്ഷ്മി യോഗമാണ് തെളിയുന്നത്. ഈ നക്ഷത്ര ജാതകർ വീട്ടിൽ ഉള്ളതുകൊണ്ട് മാത്രം ആ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഇതിൻ്റെ ഗുണാനുഭവം ലഭിക്കും. ഈ നക്ഷത്ര ജാതകരിൽ നിങ്ങളുടെ ഭാര്യയോ, അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, രാജയോഗമാണ്. നിങ്ങളുടെ മക്കൾ ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ അച്ഛന് ലോട്ടറി വരെ അടിക്കുവാനുള്ള യോഗം ഉറപ്പായും കണ്ടിരിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകരെത്തുന്നത്. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. നാളെ ചൊവ്വാഴ്ചയാണ്, അതിരാവിലെ പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ആ 8 നക്ഷത്ര ജാതകർ സാമ്പത്തികമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ എത്തുന്ന ആ 8 ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ 1-ാമത്തെയും 2-ാമത്തെയും നക്ഷത്ര ജാതകർ മേടക്കൂറിലെ അശ്വതിയും ഭരണിയുമാണ്. ഫെബ്രുവരി 1 മുതൽ ഇവരുടെ സാമ്പത്തിക നില അത്ഭുതകരമായി ഉയരും. കഴിഞ്ഞ കുറേ മാസങ്ങളായി പണത്തിന് അത്യാവശ്യം ബുദ്ധിമുട്ട് അനുഭവിച്ചവർ തന്നെയാണ് ഇവർ. എന്നാൽ ഇനി ആ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്നും മാറുകയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് മുടങ്ങിക്കിടന്ന പണം തിരികെ കിട്ടും. ഭരണി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങൾ കാരണം നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറും.
കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഒരു താങ്ങും തണലുമായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് വീടാകാം, വാഹനമാകാം, എന്തുമായിക്കൊള്ളട്ടെ, അത് വാങ്ങാൻ ഫെബ്രുവരി മാസം നിങ്ങളെ സഹായിക്കും. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അകന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ തീർച്ചയായും കഴിയും. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു അനുഗ്രഹം നിങ്ങളിലുണ്ട്. ആ അനുഗ്രഹം തന്നെയാണ് നിങ്ങളെ അതിസമ്പന്നതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി അശ്വതിക്കും ഭരണിക്കും രക്ഷപ്പെടാൻ സാധിക്കും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയും പുണർത്തവുമാണ്. ഇവർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനൊരു ഐശ്വര്യമാണ്. ഈ കാര്യം അച്ചട്ട് കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2 നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങൾക്ക് ധനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? കാർത്തികയ്ക്കും പുണർത്തത്തിനും അത്രയധികം ഭാഗ്യമാണ്. ഇവർ ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനൊരു ഐശ്വര്യമാണ്. ഫെബ്രുവരി 1 മുതൽ ഇവർക്ക് രാജയോഗ തുല്യമായ സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടബാധ്യതയാണ്. കഴുത്തറ്റം കടത്തിൽ മുങ്ങി നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കും. കടങ്ങൾ തീർക്കാനുള്ള വഴി തെളിയും. ബാങ്ക് ലോണുകൾ പാസ്സായി കിട്ടും. ഉണർന്ന നക്ഷത്ര ജാതകർക്ക് വിദേശത്ത് നിന്ന് ശുഭവാർത്തകൾ കേൾക്കാം. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ സന്താനഭാഗ്യം വരെ പ്രതീക്ഷിക്കാം. അസൂയക്കാരുടെ കണ്ണുകൾ ഇനി നിങ്ങളുടെ വളർച്ച തടയാനാകില്ല. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ നാളുകാരായി ഇവർ മാറുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം സർവൈശ്വര്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്ര ജാതകർ പൂയവും ഉത്രവുമാണ്. തൊഴിൽപരമായ ഉന്നതിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ഒരു ജോലി ലഭ്യമാകുന്ന സമയം. എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ നല്ല സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു നല്ലൊരു ജോലി മാറ്റം നിങ്ങൾക്കുണ്ടാവും. ഒരുപക്ഷെ ഒരു ശമ്പള വർധനവ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. ബിസിനസ് ചെയ്യുന്ന ഉത്തര നക്ഷത്ര ജാതകർക്ക് ലാഭമൊക്കെ കുമിഞ്ഞുകൂടുന്ന സമയമാണ്. ഒരുപാട് ലാഭം വന്നു ചേരും. ഇവരുടെ ഷോപ്പിന് മുന്നിലൊക്കെ ധാരാളം ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും. ഇനി കാര്യം അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവരെത്തുന്നത്. നിങ്ങൾ വീട്ടിലുള്ളത് കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ജീവിത പങ്കാളിക്കോ അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും. ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകും. പൂയ നക്ഷത്ര ജാതകർക്ക് പൂർവിക സ്വത്തിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കും. അർഹതപ്പെട്ട പണം കയ്യിൽ വന്നു ചേരും. ഏതായാലും ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകർ ഇവരാണ് തിരുവോണവും രേവതിയും. ഈ 8 നക്ഷത്രങ്ങളുടെ പട്ടികയിലെ ഏറ്റവും ഭാഗ്യമുള്ള 2 നക്ഷത്ര ജാതകരാണ് തിരുവോണവും രേവതിയും. ഇവർക്ക് ഭാഗ്യമാണ്. തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ വൻ ലാഭം കിട്ടും. രേവതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം ശക്തമായി കാണുന്നു. ഈ നക്ഷത്രക്കാർ വീട്ടിലുള്ളത് ആ വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് പഴമക്കാർ പറയാറുണ്ട്. രേവതിയും തിരുവോണവും അത്രയധികം ഭാഗ്യമാണ്. ഒരുപാട് ഉയർച്ചയാണ്. ബാങ്ക് ബാലൻസൊക്കെ ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഏതായാലും 2026 ഏറ്റവും നല്ല മാസമായി ഫെബ്രുവരി മാസം നിങ്ങൾക്ക് മാറും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഈ പറഞ്ഞ 8 നക്ഷത്രക്കാരും അവരുടെ വീട്ടുകാരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെബ്രുവരി 1 തീയതി രാവിലെ കുളിച്ച് ശുദ്ധിയായി വീടിൻ്റെ മുൻവാതിലിൽ, അതായത് മെയിൻ ഡോറിൽ കുറച്ച് പച്ചവെള്ളം തളിക്കുക. മെയിൻ ഡോറിൽ കുറച്ച് പച്ചവെള്ളം തെളിക്കുക. എന്നിട്ട് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം ഒരു 9 തവണ ജപിക്കുക. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യദേവതയെ ക്ഷണിച്ചു വരുത്തും. തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഉറപ്പാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ്. പ്രതിസന്ധികളൊക്കെ മാറാൻ പോവുകയാണ്. ഭാഗ്യം പടിവാതിക്കൽ എത്തിയിട്ടും അത് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതിൽ പലർക്കും ഉണ്ടാകും.
അതിന് കാരണം ജാതകത്തിലെ മറ്റ് ദോഷങ്ങളാകാം. കൃത്യമായ പരിശോധനയ്ക്കും പരിഹാരങ്ങൾക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. എല്ലാവർക്കും ഫെബ്രുവരി മാസം ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലതു മാത്രമേ സംഭവിക്കുകയുള്ളൂ. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇനി ഉയർച്ചയാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. നന്ദി, നമസ്കാരം.